ജന്മാദ്യസ്യേതോന്നയാദിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ ശുകസാരസ്വതം എന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യത് വന്ദനം യത് ശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. നമുക്കൊക്കെ വിഷമങ്ങൾ, കൽമഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിൻ്റെ രാഗദ്വേഷാദികൾ എന്ന് പൊതുവേ പറയാം. എല്ലാവിധ മനോദോഷങ്ങളും കൽമഷങ്ങൾ തന്നെയാണ്. പാപം എന്ന് പൊതുവേ പറയാം. പല അർത്ഥങ്ങളും ഉണ്ട്, ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ് സന്ദർഭത്തിനനുസരിച്ച്. ഇപ്പം കൽമഷം പൊതുവേ ലോകത്തിൽ വരുന്നതായ അശുഭം. അപ്പം അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ഈശ്വരനെ സ്മരിക്കുന്തോറും ദോഷങ്ങൾ കുറയും. അപ്പം അത് എത്ര ആളുകൾ സ്മരിക്കണോ അത്രയും നല്ലത്, എത്ര കുറച്ച് ആൾക്കാർ സ്മരിക്കണോ അത്രയും ദോഷം. ഇന്ന് ലോകത്തിലത്തെ സ്ഥിതി എന്താ ചോദിച്ചാൽ, അങ്ങനെയുള്ള ചിന്തകൾക്ക് ലോകത്തിൽ സമയമില്ല, മനസ്സില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. സമയം മുമ്പത്തേക്കാട്ടിലും പണ്ട് അല്ലേ? മുമ്പത്തേക്കാട്ടിലും സമയമുണ്ട്. കാരണം എന്താ? എല്ലാറ്റിനും യന്ത്രങ്ങളാണ്. സ്വിച്ചിട്ട് അവിടെ നടന്നോളും, വാഷിങ് അരക്കൽ അവിടെ നടന്നോളും. അപ്പോൾ സമയം കൂടുതലാണ്. കുളിക്കാൻ കുളത്തിലേക്ക് പോകണ്ട, ബാത്റൂമിൽ മതി, തിരിച്ചാൽ വെള്ളം വരും, കോരണ്ട. അപ്പോൾ സമയം എല്ലാറ്റിനും ഉണ്ട്. പക്ഷെ അതിൻ്റെ വിനിയോഗം ഈ പറഞ്ഞ പോലെ ഈശ്വരനെ സ്മരിക്കാനല്ല. അപ്പം എന്തുണ്ടാവണു? ലോകത്തിൽ അപകടങ്ങളുണ്ടാവും. ഇപ്പോൾ അതാ യുദ്ധം ഉണ്ടാവും, ഇത്ര ആൾക്കാരാണ് മരിക്കണം, കയ്യും കാലും മുറിഞ്ഞിട്ട് ഒടിഞ്ഞിട്ടും കിടക്കണം. ഈശ്വരചിന്ത എന്നൊന്നുണ്ടായിരുന്നുവെങ്കിൽ മനസ്സിൻ്റെ പാപം പോയി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവർക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? അപ്പോൾ അധികം ആളുകൾക്കും അങ്ങനെയുള്ള ചിന്ത ഈ കലിയുഗത്തിൽ, കുറയുന്ന കൃതയുഗത്തിലോ ബാക്കി യുഗത്തിലോ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഈശ്വരചിന്തയ്ക്ക് സമയവും മനസ്സും ഉണ്ടായിരുന്നു. തന്നിമിത്തം ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടായിരുന്നു. ഇവിടെ പറയണ യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം ആണതൊക്കെ വേണം പറയാനുള്ള കാരണം. ഏതൊരു ഭഗവാനെ കീർത്തിക്കുമ്പോഴാണ്, ഏതൊരു ഭഗവാനെ സ്മരിക്കുമ്പോഴാണ്, ഏതൊരു ഭഗവാനെ കാണുമ്പോഴാണ്, യത് വന്ദനം വന്ദിക്കുമ്പോഴാണ്, ഏതൊരു ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ്, യത് ശ്രവണം യദർഹണം പൂജിക്കുമ്പോഴാണോ, ലോകസ്യ സത്യോ വിധിനോതി കൽമഷം ലോകത്തിലത്തെ പാപങ്ങളും പാപവാസനകളും ദുഃഖങ്ങളും ഇല്ലാതാവുന്നത്. തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. അങ്ങനെ ലോകത്തിനൊക്കെ മംഗളത്തിന് കാരണമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. വിചക്ഷണ യച്ചരണോപസാദന സംഘം വിദസ്യോഭയത്വന്തരാത്മന വിന്ദന്തികി ബ്രഹ്മഗതിംഗതക്ലമ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. 4-ാമത്തെ വരി അത് തന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിലത്തെ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. അങ്ങനെ മംഗളകാരകനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. എങ്ങനത്തെ മംഗളകാരൻ എന്ന് മുമ്പ് പറഞ്ഞിരിക്കുന്നു. വിചക്ഷണ വിവേകം ഉള്ളവർ, യച്ചരണോപസാദനോ ഏതൊരു ഭഗവാന്റെ പാദചരണത്തെ ശരണം പ്രാപിച്ചതുകൊണ്ട്, അന്തരാത്മന മനസ്സിൻ്റെ 2 ലോകത്തിലും ഉള്ള ചേർച്ചയെ കളഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞുല്ലോ അല്ലേ, സ്വർഗലോകം ആദി പരലോക സുഖവും വേണ്ട അവർക്ക്, ഈ ലോകസുഖവും വേണ്ട അവർക്ക്, രണ്ടിലും താല്പര്യമില്ല. കാരണം സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇരിക്കും, അതിനൊരു കണക്കുണ്ട്.
നമ്മൾ ആർജിച്ച പുണ്യം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വന്ന് ഈ വക ജന്മങ്ങളുടെ ദുഃഖങ്ങൾ മുഴുവൻ പിന്നെ അനുഭവിക്കണം. 100 കൊല്ലേ, 1 2 കൊല്ലമൊന്നുമല്ല, അവിടെ 1 കൊല്ലം തന്നെയല്ലേ ജീവിച്ചു പോകണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ശരീരത്തിൻ്റെയും ബാക്കി വിഷമങ്ങളെയും അറിയണവർക്ക് ഈ ലോകജീവിതം ഒരിക്കലും സുഖപ്രദമല്ല. കാരണം ഇതിലെപ്പോഴും റിസ്ക് ഉണ്ട്. കാരണം ശരീരം ഏത് നേരം വേണമെങ്കിലും നമ്മളെ ചതിക്കാം. ഒരു കുഴഞ്ഞ വീഴൽ മതി, സ്ട്രോക്ക് ഉണ്ടായാൽ എണീക്കാൻ വയ്യാണ്ട് കിടക്കാനും മതി, അതോടുകൂടി പോകാനും മതി ഇല്ലേ. പോയാൽ കുറവ് ചെയ്തായി, ബാക്കിയുള്ളവർക്ക് സ്വൈരായി. കിടന്നാലോ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അപ്പം അതിനുള്ള സാധ്യത ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്നിടത്തോളം ജീവന് ദുഃഖമുണ്ട്, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ സാധ്യതകളെങ്കിലും ഉണ്ട്, ഭയമുണ്ട്. അപ്പം അതുകൊണ്ട് അത് അനുഭവിക്കാതിരിക്കലാണ് വേണ്ടത്. അപ്പം അതെന്താ വേണ്ടത്? ഇഹലോകത്തിലും പരലോകത്തിലും സുഖം വേണ്ട, ശാശ്വതമായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് വിചക്ഷണന്മാർ അല്ലെങ്കിൽ വിവേകമുള്ളവർ ചിന്തിക്കുക. നമ്മുടെ കൂട്ടർ അതാണ് ചിന്തിച്ചത്. അത് ഏതൊരു ഭഗവാനെ നമ്മൾ സ്മരിച്ചാലാണോ കിട്ടുന്നത്, ഈശ്വരസ്മരണ കൊണ്ടേ അവിടേക്ക് നമുക്ക് ഉയരാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അടുത്തിട്ട് തപസ്സിനോ ദാനവരോ യശസ്സിനോ മനസ്സിനോ മന്ത്രവിദസ്സു മംഗള ക്ഷേമന്ന വിന്ദന്തി വിനായതർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. വീണ്ടും ആ വാക്ക് തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. ആ മംഗളം എല്ലാവർക്കും കൊടുക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ പറഞ്ഞു തപസ്സിനാൽ ശ്രദ്ധിക്കുന്നവർ. ചിലർ തപസ്സികളാണ്, ദാനവരാ, ചിലർ ദാനത്തിലാണ് ശ്രേയസ് വിചാരിക്കണവരാ. ഇതിൽ പല യജ്ഞങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഏതൊരു അധ്യായത്തിലെ കർമ്മയോഗത്തിൽ ശ്വാസവും നിയന്ത്രിച്ച് പ്രാണായാമം കഴിക്കുന്ന യജ്ഞം ചിലരങ്ങനെ ചെയ്യണു, ചിലർ വേറെ ചില യജ്ഞങ്ങൾ ചെയ്യണു. ധ്യാനപരമാണ്, അങ്ങനെ യജ്ഞം ചെയ്യണു. പിന്നെ പലവിധ യജ്ഞങ്ങൾ, ദ്രവ്യയജ്ഞം, തപോയജ്ഞാൽ, അങ്ങനെയൊക്കെ പല യജ്ഞങ്ങൾ ചെയ്യണവരുണ്ട്. ഇവിടെ അങ്ങനെ ചില യജ്ഞങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. ദാനപര, ദാനം ചെയ്താൽ നന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ കൊടുത്തലാം, കഴിവുള്ള സാധനങ്ങൾ ചിലർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക. ചിലരോ യശസ്സുള്ളവർ യോഗികൾ മന്ത്രങ്ങളെ കൊണ്ട് അറിയുന്നു. മന്ത്രം ജപിച്ചാൽ ഗുണമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മന്ത്രം ജപിച്ചാൽ വിചാരിച്ചിട്ട് കുറച്ച് ചെല്ലുക, എങ്ങനെയൊക്കെ ചെയ്യണ ആൾക്കാരും ഉണ്ടല്ലേ. മന്ത്രജപം, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കും. സുമംഗള, സദാചാരത്തിലിരിക്കുന്നവർ. യഥർപ്പണം, യാതൊന്നിനും സമർപ്പിക്കാതെ നല്ല ജീവിതം നയിക്കുക, വേണ്ടതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് വാദിക്കുന്നവർ സദാചാര ജീവിതം നയിക്കുന്നതിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ക്ഷേത്ര ദർശനവും തീർത്ഥാടനവും നടത്തിയ ശ്രേയസ്സുണ്ട് എന്ന് വിചാരിക്കണവർ അമ്പലം തോറും ഓടണു. കാശി മുതൽ കന്യാകുമാരി വരെ ഓടുന്ന ആൾക്കാരെ നമുക്കറിയാം അല്ലേ, കാണാം. അവർക്ക് അതിലാണ് ശ്രേയസ്. പക്ഷെ ഇതൊന്നും അല്ലാത്ര സത്യത്തിൽ. ഇതുകൊണ്ടൊന്നും എവിടേക്കും നമ്മൾ എത്തുന്നില്ല. ഇനി ഏതൊന്നാണ്, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അതൊക്കെ പൂർണ്ണമാവുക? ഈശ്വരനെ യഥാർത്ഥത്തിൽ മനസ്സിൽ സ്മരിക്കുമ്പോൾ. ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവണം? ആ ഈശ്വര സ്മരണ മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് മാത്രം ജീവിച്ചു പോയവരുണ്ട് ഇവിടെ. മഹർഷിമാരും യോഗികളും സിദ്ധന്മാരും ആ ഈശ്വരനെ സ്വാധീനപ്പെടുത്തിയാൽ വേറൊന്നും സ്വാധീനപ്പെടുത്തണ്ട, അതൊക്കെ സ്വാധീനമായിക്കോളും എന്നാണ്. അപ്പോൾ ഏതൊരു ഭഗവാനിൽ നമ്മൾ മനസ്സ് പൂർണ്ണമായി സമർപ്പിക്കാതെ ഒരു കർമ്മവും പൂർണ്ണമായിട്ട് നമുക്ക് ബലം തരാതിരിക്കുന്നുവോ ക്ഷേമം ന വിന്ദന്തി, ക്ഷേമം ഒരിക്കലും നേടുന്നില്ല. അങ്ങനെയുള്ള സുഭദ്രശ്രവസിനായിക്കൊണ്ട് നമസ്കാരം. ഇത് പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. ഒന്നിട്ടാലേ പൂജ്യങ്ങൾക്ക് വിലയുള്ളൂ അല്ലേ. ഒന്നിടാതെ പൂജ്യം ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ സംഖ്യക്കനുസരിച്ചിട്ടാണ് പൂജ്യത്തിൻ്റെ വില. 1 ഇട്ടാ 1, 10 ഇട്ടാ 10,000, 9 ഇട്ടാ 9,000. അപ്പോൾ ഇപ്പുറത്ത് സംഖ്യ ഇടാതെ പൂജ്യം ഇടണ പോലെയാണ് നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ. എങ്ങനെയാണെങ്കിൽ ആ ഈശ്വരനെ വിനായതർപ്പണം, ഭഗവത് പാദ പത്മത്തിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ഇല്ലാതെ അതാണുണ്ടായാലോ ബാക്കിയൊക്കെ വേണ്ടാന്നല്ല, അത് തന്നെ വന്നോളും. അതാണ് അത്. വേണ്ടാന്ന് ഇവിടെ പറഞ്ഞാൽ അർത്ഥമില്ല, വേണ്ടാന്നർത്ഥമില്ല, അതൊക്കെ താനേ വന്ന് ചേരും. ഇപ്പം നമ്മൾ ആ സ്മരണ ഇല്ലെങ്കിലോ ഇതിന് ശ്രമിച്ചാലും നടക്കില്ല.
അയ്യേ മൂകാംബിക്ക് പുറപ്പെട്ടതായിരുന്നു കേട്ടോ. കുറേ കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിയപ്പോഴാണ് പേലയാണെന്ന് ഫോണ് വന്നു, ഒരാൾ മരിച്ചു. നടന്നില്ല, വല്ല വഴിയുണ്ടോ? പോയതാ പറയുമ്പോൾ. അപ്പം നമ്മൾ ക്ഷേത്ര ദർശനമാണെങ്കിലും വേറെ എന്തിനാണെങ്കിലും പുറപ്പെട്ടാൽ നമുക്ക് നടന്നോളണമെന്നില്ല. അവിടെ വഴി പോയപ്പോൾ ഇല്ലേ, ശബരിമലയ്ക്ക് പോകുമ്പോൾ വഴിയിൽ ആൾ മരിച്ചു എന്ന് ഫോൺ വന്നിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് എത്രയുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിലും എന്തുണ്ടാവണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നടക്കില്ല. മുടക്കാൻ ഭഗവാൻ കൂട്ടിയാണ്ടോ വല്ല വിഷമോ? വണ്ടി ആക്സിഡൻ്റ് ആയിക്കൂടെ, നമുക്ക് കുഴഞ്ഞു വീഴൽ വഴിയിൽ വെച്ചുണ്ടായിക്കൂടെ? അതുകൊണ്ട് സർവേശ്വര, അങ്ങയുടെ അർപ്പണത്തിൽ അങ്ങയുടെ അനുഗ്രഹത്തിലുമാണ് എല്ലാ സൽക്കർമ്മങ്ങളും വിജയം വരിക്കുന്നത്, അല്ലെങ്കിൽ വരിക്കില്ല. തപസ്സിനോ ദാനപരാ യശസ്സിനോ, തപസ്സനുഷ്ഠിക്കുക. തപസ് നേരെ നടക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ദാനപര, ദാനം നടത്തിയിട്ട് ബലം കിട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. യശസ്സിനോ, യശസ് നേടുക. അതുപോലെ തന്നെ മനസ്സിനോ യന്ത്രവിധർത്തുമംഗള, മനസ്സിന് ചില ആൾക്കാരൊക്കെ മന്ത്രം ജപിച്ചിട്ട് ശ്രേയസ് നേടാൻ ശ്രമിക്കണം. അത് നേരെയാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം. ക്ഷേമന്ന വിന്ദന്തി വിനായതർപ്പണം, വിനാ യതർപ്പണം. ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സില്ലെങ്കിൽ വിനാ, ഇതൊക്കെ ക്ഷേമം ന വിന്ദന്തി, ക്ഷേമം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഭദ്രസഹസിനായിക്കൊണ്ട് നമസ്കാരം. കിരാതഗൂണാന്ത്ര പുളിന്ത പുൽക്കസ ആബീരകങ്ക യവനാകസാദയ എന്നേച പാപം യദുവാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമ. അതാണ് കിരാത. മൃഗങ്ങളെ വേട്ടയാടുന്നവരാണ് കിരാതൻ. കിരാതം കഥ എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് ശിവനും പാർവതിയും പുറത്തേക്ക് ഇറങ്ങിയ കഥയാണല്ലോ. കിരാതം എന്ന് പറഞ്ഞാൽ അർത്ഥം മൃഗങ്ങളെ വേട്ടയാടുന്നവർ എന്നാണ് ശരി വാക്കിൻ്റെ അർത്ഥം. കിരാതൻ, കിരാതവാഴ്ച. കാട്ടാളന്മാരുടെ പോലെയുള്ള ഭരണത്തിനെ നമ്മൾ കിരാതവാഴ്ച എന്ന് പറയുക. ഹൂണന്മാർ, ചരിത്രം പഠിച്ചവർക്ക് പഠിച്ചിട്ടുണ്ടാവും. ദി ഹൂണാസ്, ദ്വീപുകളിൽ വസിക്കുന്നവരാണത്രേ ഹൂണന്മാർ. അവരൊക്കെ ലേശൊരു ശുദ്ധി, പണ്ട് ഈ കടൽ കടന്നാൽ അശുദ്ധിയായി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതാ കാരണം, കടലിൽ കുറേ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ ഭൂമി തൊട്ടിട്ട് വന്ദിക്കാൻ പറ്റില്ല എന്നാണ്. ഭൂമിയിൽ നിന്നിട്ട് ഈ എന്താ പറയുക, സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ സന്ധ്യാവന്ദനമോ ഭൂമിയിൽ നിന്നിട്ട് ചെയ്യണം എന്നുണ്ട്. ഭൂമി തൊടാതെ ചെയ്താൽ അതിന് ബലമില്ലാത്ര. അപ്പോൾ അതുകൊണ്ടാണ് ഈ കടൽ കടന്നാൽ പണ്ട് ചില സമുദായക്കാർ ഭ്രഷ്ട് കൽപ്പിച്ചു. ഇന്നിപ്പോൾ അതൊന്നും മുഴുവൻ പ്രായോഗികമായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത് വേഗം എത്താനുള്ള സൗകര്യം ഇന്നുണ്ട്. സൂര്യൻ ഉദിക്കണതിന് മുമ്പ് 24 മണിക്കൂർ മുമ്പ് എത്താൻ പറ്റുമെന്ന്. വിമാനത്തിൽ പോകാമല്ലോ, എന്തിനാ കപ്പലിൽ പോകണം? പണ്ട് വിമാനമില്ല, അപ്പോൾ കപ്പലിൽ പോകണം. അപ്പോൾ അനവധി ദിവസം ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ സന്ധ്യാവന്ദനം മുടങ്ങും എന്നാണ്. സന്ധ്യാവന്ദനം മുടങ്ങിയാൽ അവൻ മ്ലേച്ഛനാണ് എന്നാണ് പണ്ടത്തെ കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹൂണന്മാർ പൊതുവേ ദ്വീപുകളിൽ വസിക്കുന്നവരാണ്. ഭൂമിയായിട്ടുള്ള സ്പർശം അവർക്ക് കുറവാണെന്നുള്ള നിലയ്ക്ക് അവരെ അശുദ്ധരായിട്ട് കണക്കാക്കണു. ഇനി ആന്ധ്രജാതികൾ, താണജാതിക്കാർ, പുളിന്ത, കാട്ടാളന്മാരൊക്കെ താണജാതിക്കാരട്ടോ ഓരോന്നും. പുൽക്കസ, ജീവികളെ കൊല്ലുന്ന ദുഷ്ടന്മാർ, ഒക്കെ മ്ലേച്ഛ സ്വഭാവമുള്ളവരെ കുറേ പറഞ്ഞിരിക്കുകയാണ്. ആബീര എന്ന് പറഞ്ഞാൽ ചെമ്പിച്ച ഒരു നിറം ഉള്ള മലയന്മാർ എന്നാണ് ഇവിടെ വ്യാഖ്യാനം കൊടുത്തത്. ചെമ്പിച്ച തലമുടിയുള്ള റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയും ചിലരെ, ഇല്ലേ? അങ്ങനെയുള്ളവരാവാം ഈ ആഭീര. ഇനി കഴുകൻ്റെ മാംസം തിന്നുന്നവർ, അങ്ങേയറ്റത്ത് നികൃഷ്ടർ, യവനന്മാർ. ഇവരൊക്കെ അവിടെ നമ്മൾ പോയ അശുദ്ധരായി. പണ്ടത്തെ ഒരു കൺസെപ്റ്റാണത്, യവനാഹ. എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ഈ ഭാരതത്തിലുള്ളവരുടെ ഒരു ഭാഗ്യവും ശുദ്ധിയും ഈ ലോകത്തിൽ വേറൊരു രാജ്യത്ത് ജീവിക്കുന്നവർക്കും ഇല്ല. അത് കുറച്ച് അഭിമാനത്തോട് കൂടിയിട്ടും സങ്കുചിതത്തോട് കൂടിയിട്ടാണെന്ന് പറയും ചിലർ. എന്നാലും വിരോധമില്ല, അതിൽ അഭിമാനം കൊള്ളാം നമുക്ക് തന്നെ പറയണം. കാരണം ദേവലോകത്തുള്ള ഇന്ദ്രന്മാരടക്കം ചിന്തിക്കണമെന്നാണ്. കുറച്ചു കാലം ഭാരതത്തിൽ മനുഷ്യനായ എത്ര നന്നായിരുന്നു. അതെപ്പോഴാണ് അവർക്ക് മനസ്സിലാവണം അറിയോ? സ്വർഗത്ത് പോകുമ്പോഴാണ് മനസ്സിലാവണം ഇതല്ല കേട്ടോ യഥാർത്ഥ സുഖം. അവിടെ എത്ര വരെ അവർക്ക് സ്വർഗ്ഗകേമെന്ന് തോന്നിയിരുന്നു എന്നാണ് 5ാം സ്കന്ധത്തിൽ ഭാഗവത്തിൽ പറയണ കാര്യം പറയണം. കുറച്ച് കാലം ഭൂമിയിലൊരു മനുഷ്യനായിട്ട് ഭാരതത്തിൽ ജീവിക്കണം, വേറെ എവിടെയെങ്കിലും ജീവിച്ച കാര്യമില്ല. എത്ര നന്നായിരുന്നു. കാരണം എന്താ, ഈശ്വര കഥ ഇങ്ങനെ പറയുന്ന ഒരു സ്ഥലം ഭാരതം മാത്രമേ ഉള്ളൂ എന്നാണ്.
ഇപ്പം എത്ര ദിക്കിൽ വായന ഇന്നത്തെ ദിവസത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചില ദിക്കിൽ ആദ്യത്തെ ദിവസവും ചില ദിക്കിൽ രണ്ടാമത്തെ ദിവസവും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈശ്വരകഥ. അവിടെ സപ്താഹം, ഇവിടെ സപ്താഹം, ഇവിടെ ഗീതായജ്ഞം. ഇങ്ങനെ ഈശ്വര ചിന്ത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ളവർ ലേശം ഒന്ന് നിർഭാഗ്യവാന്മാർ തന്നെയാണ് എന്ന് നമ്മൾ അഭിമാനത്തോട് കൂടിയിട്ട് പറയാം. യവനാഹ, യവനന്മാർ ഗ്രീക്ക് വാസികൾ, ഖസാഹ അവരെപ്പോഴും ആയുധത്തിന് മൂർച്ച കൂട്ടി മറ്റുള്ളവരെ വധിക്കാൻ താല്പര്യം കാണിക്കുന്നവർ. യുദ്ധത്തിലൊക്കെ ഒരാൾ ചാവണതിന് വല്ല മടിയുണ്ടോ ശത്രുക്കൾക്ക്? എതിർപ്പാട്ടിൽ 500 ആളെ കൊന്നു, 555 ആളെ കൊന്നു, വീരവാദ മുഴക്കണം അല്ലേ? ഖസാഹ എപ്പോഴും ആയുധധാരികളായിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതിന് മടിയില്ലാത്തവർ. ഇനി അന്യേ പാപം, ഇവിടെ പറയാത്ത പാപികൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ പാപം ചെയ്താലും കുഴപ്പമില്ല, പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ഈശ്വര ഭക്തന്മാരുമായിട്ടുള്ള ചേർച്ച കൊണ്ട് ഇവരുടെ പാപം മുഴുവൻ പോകുന്നു പറയാൻ. അപ്പം അതൊക്കെ പറഞ്ഞത് കേട്ടോ. എല്ലാ തരത്തിലുള്ള പാപയോ ഞാൻ ഒരുപാട് കാലം പാപം ചെയ്തുവല്ലോ, അത് പോവാൻ ഇനി എന്താ വഴി? ചെയ്യാണ്ടിരിക്കാൻ പെടുന്ന അങ്ങോട്ട് ചെയ്തതിൻ്റെ വഴി പാപം പോവാൻ വഴിയുണ്ടോ? ഉണ്ട്. ആരെ ആശ്രയിച്ചാൽ മതി? ഭഗവാനെ ആശ്രയിക്കണമെന്നും കൂടിയും പറഞ്ഞില്ലേ അവിടെ. ഭഗവാനെ ആശ്രയിച്ചവരെ ആശ്രയിച്ചാൽ മതി ഇത്രേ. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാലോ? യദുവാശ്രയാശ്രയാഹ, ഭക്തന്മാരെ പോയിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് ഇവർ ചെയ്ത ക്രൂരകർമ്മങ്ങളുടെ പാപം മുഴുവൻ പോകും. അതുകൊണ്ട് പാപം ചെയ്തൊരു ദുഃഖിക്കണ്ട, മേലിൽ ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം. പക്ഷേ അത് ചെയ്യണം. എന്നിട്ട് ചെയ്ത പാപത്തിനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. യദുവാശ്രയാശ്രയാഹ, ആശ്രിതാശ്രിതാനുഭാവ എന്നൊരു പ്രയോഗമുണ്ട്. ആശ്രയിച്ചവരെ ആശ്രയിച്ചാലും കൂടി മതി. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാലോ എത്രമാത്രം ഗുണം ഉണ്ടാവണം. യദുവാശ്രയാശ്രയാഹ, ഏതൊരു ഭഗവാനെ ആശ്രയിച്ചവരെ കാലിൽ പോയിട്ട് വീണാൽ മതി, സാരല്യൊക്കെ നേരെയാവും എന്നവർ പറഞ്ഞാൽ നന്നാവും. അവരല്ലേ പറയുള്ളൂ. ഇപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് നമ്മളോട് പറയുമോ സാരല്ല നിങ്ങളൊക്കെ നേരെയാവുമെന്ന്? ഭഗവാൻ അങ്ങനെ പറയാൻ വിഷമാണ്. അപ്പോൾ അതിൽ കൂടെ പറയിപ്പിക്കും. ഭക്തന്മാർ, അതാണ് ഈ മഹാന്മാരെ ആശ്രയിക്കുക, അവരുടെ പാദത്തിൽ നമസ്കരിക്കുക, അവർ ഒക്കെ നന്നാവുമെന്ന് പറഞ്ഞാൽ നമ്മളെത്ര കുരുത്തം കെട്ടവരാണെങ്കിലും അവരുടെ വാക്ക് ഭഗവാൻ സത്യമാക്കും എന്നാണ്. നമുക്കിപ്പോൾ അത്രയ്ക്ക് തന്നെ യോഗ്യതയുള്ളൂ അല്ലേ? പക്ഷെ അവർക്കൊരു വാക്കുണ്ട്, ആ ഒരു വാക്ക് നമുക്ക് മതി എന്നാണ്. ശുദ്ധ്യന്തി, ശുദ്ധിയെ പ്രാപിക്കണം. നമ്മൾ എത്രയോ ജന്മത്തെ പാപം അവരുടെ വാക്കുകളിൽ കൂടിയിട്ട് ഈ മഹാന്മാരെ എപ്പോഴും ആശ്രയിക്കാനും നമസ്കരിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം. നമ്മുടെ മഹത്വമൊക്കെ എവിടെയാണ് കിടക്കണമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ മഹത്വത്തെ അംഗീകരിക്കുന്നതിലാണ്. അത്രയെങ്കിലും നമ്മളാവണ്ടേ? നമുക്കൊന്നുമില്ല, പക്ഷേ വേറുള്ളവരുടെ മഹത്വത്തെ അംഗീകരിക്കുക എന്ന വിനയഭാവം എല്ലാ പാപത്തെയും നശിപ്പിക്കുന്നതാണ്. അതാണ് യദുവാശ്രയാശ്രയാശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമ. അങ്ങനെയുള്ള മഹാത്മ്യമുള്ളതായിരിക്കുന്ന വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. എത്രതാണ് ഈ ജന്മത്തിനും ഒരു പ്രാധാന്യവും ഭാഗവതം കൊടുക്കണില്ല. വളരെയേറെ ഫോർവേഡാണ് അന്നേ ഭാഗവതം. എത്ര താണവരോ ഏത് ക്രൂരകർമ്മങ്ങൾ ചെയ്തവരോ ആയിക്കോട്ടെ, എന്തൊക്കെ സമുദായത്തിൽ ജനിച്ചോട്ടെ, ഇതിനൊക്കെ എന്ത് പ്രാധാന്യമുള്ളത്? രാവണ ജന്മത്തിൽ ജനിച്ചു, വല്ല കാര്യമുണ്ടോ? ഒരു ധർമ്മവും അനുഷ്ഠിക്കണില്ലെങ്കിൽ അവനെക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ എത്ര താണ ജന്മത്തിൽ നമ്മൾ താണതായിട്ട് കണക്കാക്കണ ജന്മത്തിൽ ജനിച്ചാലും വേണ്ടില്ല. അവൻ ഒരു ഭക്തനെ ആശ്രയിച്ചാൽ അവൻ ശുദ്ധി നേടി. ഭഗവാനെ തന്നെ ആശ്രയിക്കണ പോലെയാണ് എന്നാണ്. കാരണം ഭഗവാനും ഭക്തനും ഭാഗവതവും മഹൽ ഗ്രന്ഥങ്ങളും മൂന്നല്ല, ഇത് മൂന്നും ഒന്നാത്രേ. അപ്പോൾ ഭാഗവതത്തിനെ നമ്മൾ തൊട്ട് തലയിൽ വെച്ചാൽ മതി എന്നാണ് പറയണം. വായിക്കാൻ കഴിയാത്തവരെ 2 തുളസിപ്പൂ അതിൻ്റെ മുകളിലിട്ട് അതിനെ നമസ്കരിച്ചാൽ ഏതെങ്കിലും ദിവസം അത് വായിക്കാറാവുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം അത് വായിക്കാറാവും. അപ്പോൾ അതൊക്കെ ഒന്നാണ്. അവർ എല്ലാ ശുദ്ധിയും നേടുന്നത് അത്രമാത്രം മഹാത്മ്യമുള്ള ഭഗവാന് നമസ്കാരം. ശുഖമഹർഷി നമസ്കരിക്കുകയാണ്. സ ഏഷാത്മാത്മവദാമതീശ്വരത്രൈമയോ ധർമ്മമയസ്തപോമയ ഗതബളീകേർ അജശങ്കരാദിവിർ പിതർക്കലിംഗോ ഭഗവാൻ പ്രസീദതാം. ഇവിടെ പറയണ ആത്മവധാം, വാക്കുകളുടെയൊക്കെയുള്ള അർത്ഥത്തിൽ കൂടെ പോകുമ്പോഴാണ് ശരിക്കും നമുക്കതിൻ്റെ ഭാവം വരണത്.
എന്തിനാപ്പല്ലേ ചിലർ വിചാരിക്കും ഈ അർത്ഥങ്ങളൊക്കെ ഇപ്പം അങ്ങനെ പറയേണ്ട നമുക്ക് വായിച്ചപ്പോൾ അങ്ങനെയല്ല. അർത്ഥത്തിലേക്ക് പോകുമ്പോൾ വാക്കും അർത്ഥവും കൂടി കൂടുമ്പോഴാണ് പാർവതി പരമേശ്വരന്മാരെ പോലെ ആവണത്. പാർവതി പോലെയാണ് വാക്കിൻ്റെ അർത്ഥം. വാക്ക് എന്ന് പറഞ്ഞാൽ ശിവനാണ്. രണ്ടും കൂടണം വേണ്ടേ? അപ്പം അതിൻ്റെ ഒരു ഭാവവും അനുഭവവും ഒന്ന് വേറെ തന്നെ. ഇപ്പോൾ ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുമ്പോഴാണ് കേട്ടോ ഈ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതുവരെ ഇങ്ങനെ വായിക്കുകയുള്ളൂ. അപ്പോൾ എത്ര സുഖമാണ് അർത്ഥം ചിന്തിക്കുമ്പോൾ എന്ന്. അപ്പോൾ അർത്ഥചിന്തയ്ക്ക് പ്രാധാന്യം ഉണ്ടല്ല എന്ന് പറഞ്ഞുകൂടാ. ഇവിടെ പറയണ സയേഷ, ഇവിടെ പറയണ ആത്മവതാം, ധീരന്മാരുടെ ആത്മാവും അതീശ്വര, കർമ്മബലങ്ങളെ നൽകുന്നവനും. അതീശ്വര, ഈശ്വരൻ എന്നുള്ള അർത്ഥം കർമ്മബലങ്ങളെ നൽകുന്നതും. ഇവിടെ കർമ്മത്തെ പറ്റി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. വേദസ്വരൂപനും, ത്രൈമയ. വേദം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണല്ലോ, ഋക്ക യജുസ്സ സാമം. ഇപ്പം എന്തേ നാലാമത്തെ പറയാഞ്ഞത്? നാലാമത്തെ യഥാർത്ഥ വേദമായിട്ട് കൂട്ടിയിട്ടില്ല. ഒരുപാട് ദിക്കിൽ ത്രിവേദങ്ങൾ എന്നാണ് പറയുക. ഋക്ക് യജുസ്സു സാമമാണ് ഉത്തമ വേദങ്ങൾ. അപ്പം അഥർവം ശരിക്കൊരു വേദശാഖയൊന്നും അല്ല. ഈ 3 എണ്ണം ഉള്ളവർക്ക് നാലാമത്തെ വേണ്ടെന്നാണ്. 3 എണ്ണം വേണ്ട പോലെ മനസ്സിലാക്കിയവർക്ക് നാലാമത്തെ വേദം ആവശ്യമില്ല, അനാവശ്യമാണ്. ഇത് 3 ഇല്ലാത്തവർക്കേ നാലാമത്തെ വേദം വേണ്ടൂ. നമ്മുടെ ത്രൈമയ, ത്രിമൂർത്തി ത്രിവേദസ്വരൂപനും, ധർമ്മമയ ധർമ്മമൂർത്തിയും, തപോമയ തപസ്വരൂപനും, ഗത വെളിയുകയിൽ നട്ടകപടന്മാരായ എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്തതായ, അജശങ്കരാദിബി, അജൻ ബ്രഹ്മാവ്, അജൻ ബ്രഹ്മാവ്. അജൻ എന്ന് പറഞ്ഞ വാക്കിന് പല അർത്ഥങ്ങളാണ്. ആട്, ഇന്ദ്രൻ ഒക്കെ അർത്ഥമുണ്ട്. ജനിക്കാത്തവൻ, അപ്പോൾ വിഷ്ണുവായി. ജനിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ. അങ്ങനെ അജൻ ബ്രഹ്മാവാണ് ഇവിടെ. ബ്രഹ്മാവ്, ശങ്കരൻ, ശിവൻ ആദികളാൽ ഉപാസിക്കപ്പെടുന്നു. വിഷ്ണുവിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയുക, ശിവനെ പറ്റി പറയുമ്പോൾ വേറെ രീതിയിൽ പറയട്ടത്. ദേവിയെ അതൊക്കെ ഓരോ ഇതിൽ പുരാണത്തിൽ അനുസരിച്ചിട്ട് പറയണതാണ്. ഇവിടെ പറയുന്നത് ശിവൻ സംഹാരം കർമ്മം ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അവിടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നടത്തേ ഉള്ളൂ. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ത്രിമൂർത്തികൾക്ക് പോലും അവരുടെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. ആ സംശയമൊന്നുമില്ല. സൃഷ്ടിത്തിരി സംഹാരങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹത്താലാണ്. സാത്വിക സ്വരൂപത്തിലുള്ള വിഷ്ണു നിലനിർത്തുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ വിഷ്ണു അല്ലാത്തൊരു ഈശ്വരൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സാത്വിക സ്വരൂപത്തിലുള്ള വിഷ്ണു അല്ലാത്തൊരു ഈശ്വരൻ ഉണ്ട്. അപ്പോൾ സാത്വികൻ, രാജസം, താമസം എന്നീ 3 മൂർത്തികളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ഇവരല്ലാത്ത ഒരു ഈശ്വരൻ കൂടി ഉണ്ട്. അത് നിർഗുണനാണ്. അതിന് പേരിടാൻ പറ്റില്ല. അത് ബ്രഹ്മാവുമല്ല, വിഷ്ണുവല്ല, ശിവനുമല്ല. അങ്ങനത്തെ ഈശ്വരൻ്റെ ദേവീഭക്തന്മാർ ദേവന്മാരായിട്ട് കാണുന്നു. നാലാമത്തെ കൺസെപ്റ്റ് അത് പരമാത്മാവാണ്. ആ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണത്രേ വിഷ്ണു സ്ഥിതി നടത്തുന്നത്, ശിവൻ സംഹാരം നടത്തുന്നത്, ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത്. ഒക്കെ എല്ലാ ദേവന്മാരും പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ്. അവിടെ പേരെന്താ ചടാം, നമുക്ക് എന്ത് പേരിട്ടാലും തെറ്റല്ല. പക്ഷെ അതിന് പേരില്ല എന്നുള്ളതാണ് സത്യം. അതാണ് നാലാമത്തെ കൺസെപ്റ്റ്. അപ്പോൾ ഏതൊരു ഭഗവാനെ ഭജിച്ചിട്ടാണ് ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വിഷ്ണുവായിട്ട് കാണുന്നു എന്ന് മാത്രം. സൃഷ്ടിത്തിരി സംഹാരങ്ങൾ നടത്തുന്നത് അവർക്കടക്കം ദൈവാനുഗ്രഹം വേണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? വിതർക്യലിംഗ, ചിന്തിക്കാൻ മാത്രം പ്രാധാന്യം ഉള്ള യോഗ്യമായ രൂപത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ പ്രസാദിക്കണേ. ഭഗവാന്റെ മാഹാത്മ്യം പറയാൻ പ്രസാദിക്കണേ. വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ചിന്തിക്കപ്പെടേണ്ടതായിട്ടുള്ള മാഹാത്മ്യമുള്ള ഭഗവാന് എൻ്റെ നേരെ പ്രസാദിക്കണമേ. ചിന്തിക്കേണ്ടതായിട്ടുള്ള മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ മറ്റേ ലോകത്തിലത്തെ കാര്യങ്ങളെ തലയിൽ കയറ്റി നടന്നിട്ട് എന്താ കാര്യം? അതിന് പകരം ഈ കാര്യത്തെ തലയിലേറ്റുക. ഈശ്വരനെ ചിന്തിക്കുന്തോറും നമ്മുടെ ബുദ്ധിക്ക് പ്രസാദം കൂടുകയുള്ളൂ അത്രേ. അടുത്തത് ശിയപ്പതിർ, യജ്ഞപതിർ, പ്രജാപതിർ, ദിയാമ്പതിർ, ലോകപതിർ, ധരാപതി, പതിർഗതി, ചാന്തകവൃഷ്ണി സത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ഭഗവത് മാഹാത്മ്യം വർണ്ണിക്കാനുള്ള കഴിവുണ്ടാവണേ എന്ന് ശുഗമഹർഷി പ്രാർത്ഥിക്കുകയാണ്.
ശ്രീയപ്പതി, ലക്ഷ്മീപതി, ലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു. യജ്ഞപതി, യാഗാദികൾക്ക് ബലം കൊടുക്കുന്ന ഭഗവാൻ, യാഗങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നവൻ യജ്ഞപതി. പ്രജാപതി, പ്രജകളുടെ അഭിവൃദ്ധി ആയിട്ടുള്ള പതി, പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തുന്നവൻ. ധിയാമ്പതി, ബുദ്ധി മുതലായവയുടെ പ്രേരകൻ. ബുദ്ധിയെ പ്രസാദിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെ. ലോകപതി, ലോകങ്ങളുടെ പാലകൻ. ധരാപതി, ഭൂമിയെ രക്ഷിക്കുന്നവൻ. അന്തക വൃഷ്ണി സാത്വതാം, അന്തകന്മാർ, വൃഷ്ണികൾ എന്നീ ഭക്തന്മാർ, ഇവരൊക്കെ ഭക്തന്മാരുടെ വർഗത്തിൽപ്പെടും. അന്തകൻ വൃഷ്ണി, അവരുടെ പതി പ്രഭു, ഇവിടെയൊക്കെ പതിയാണ് ആയ, അവർക്ക് ആശ്രയസ്ഥാനമായ സദാംഗതി, സജ്ജനങ്ങൾക്ക് ആശ്രയസ്ഥാനമായ ഭഗവാൻ പ്രസാദിക്കണമേ. ഭഗവാന്റെ കുറേ വിശേഷണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്രീയപ്പതി, യജ്ഞപതി, പ്രജാപതി, ധിയാമ്പതി, ബുദ്ധിയുടെ പതി, ലോകപതി, ധരാപതി, പതിർഗതി, അന്തക വൃഷ്ണി സാത്വതാംപതി, അങ്ങനെയുള്ള ഭഗവാൻ. ഭഗവത് മഹാത്മ്യം പറയാനുള്ള കഴിവ് എനിക്കുണ്ടാക്കി തരണമേ എന്ന് സുഖമഹർഷി പ്രാർത്ഥിക്കുകയാണ്. യദംഗ്ര്യഭിധ്യാന സമാധിദൗദയ ധിയാനുപശ്യന്തി തത്വമാത്മന വദന്തി ചേതത് കവയോ യദാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീതതാം. ആ ഭഗവാനായിരിക്കുന്ന മുകുന്ദൻ പ്രസാദിക്കട്ടെ. കൂടി മഹാത്മ്യം പറയണമെന്ന് തോന്നി. യദംഗ്ര്യ അനുധ്യാനം, ഏതൊരു പാദപത്മത്തെ നിരന്തരം ധ്യാനിക്കണതാണ് അനുധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ചിന്തിക്കുക. അനുധ്യാനം എന്ന് പറഞ്ഞാലോ സദാ ചിന്തിക്കുക. വീണ്ടും 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 ചിന്തിക്കുന്നതിനെ, സദാ ചിന്തിക്കുന്നതിനെയാണ് അനുധ്യാനം എന്ന് പറയുക. സദാ ചിന്തിക്കുക. നമ്മൾ ശരിക്കും പറയാച്ചാൽ ഈ രാവിലെ ആയാലും സന്ധ്യയ്ക്കായാലും ഈശ്വരോപാസന രാവിലെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന്. കാരണം അതിൻ്റെ വെച്ചാൽ നമ്മുടെ ഊർജം ഏറ്റവും കൂടുതൽ നിൽക്കുക രാവിലെയാണ്. സന്ധ്യ നമ്മൾക്ക് ലേശൊരു ക്ഷീണം വരും. അപ്പം ആ നേരെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്ക് അത് മാത്രം പോരാ. സദാ ആ രാവിലെ നേടിയതായിട്ടുള്ള അഗ്നി കത്തിച്ചുകൊണ്ടേയിരിക്കണം. അതിനൊരു ഊതൽ മാത്രമാണ് രാവിലെ ചെയ്യണത്. അപ്പോൾ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. വിളക്കൊക്കെ കൊളുത്തി രാവിലെ നമ്മുടെ മനസ്സിൽ ആ സംഗതി നമ്മൾ മെല്ലെ ഒന്ന് കത്തിക്കുക മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ അത് കെടാതെ സൂക്ഷിക്കേണ്ടത് എപ്പോഴും വേണം എന്നാണ്. വേണം. അല്ലാണ്ട് രാവിലെ ഞാൻ നാമം ചോദിച്ചു കൃത്യമായിട്ടുള്ള സമയമാണ് 1 മണിക്കൂർ ചെല്ലി എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മുഴുവൻ കാര്യമില്ല എന്നാണ്. അപ്പോൾ 23 മണിക്കൂറിന് വേണ്ടതായ പ്രിപ്പറേഷനാണത്രേ ഈ 1 മണിക്കൂർ ചെയ്യണതാണ് അനുധ്യാനം. ആ ധ്യാനിച്ചതിനെ തുടർന്ന് നമ്മൾ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് യദംഗ്രഭിധ്യാന. ജപിക്കാച്ച ജപിച്ചുകൊണ്ടേയിരിക്കണം. ആ ജപത്തിലൊരു താല്പര്യം ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ടോ 1/2 മണിക്കൂർ കൊണ്ടോ ചെയ്യണത്. ഓരോരുത്തർക്ക് ഓരോ സമയമായിരിക്കും വേണ്ടിയില്ല, അത്രയേ ഉള്ളൂ. അതിന് പാകാക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് അതുകൊണ്ടൊക്കെ ആയി എന്നൊരിക്കലും എവിടെയും പറയണില്ല. അടുപ്പ് ഊതി കത്തിക്കുകയാണ് രാവിലെ ചെയ്യണത്. പിന്നെ അതോടുകൂടി കെട്ടാലോ അഗ്നിയുടെ ഫലം കിട്ടുമോ? അതുപോലെ നമ്മൾ രാവിലെ ഈശ്വര ചിന്ത ഒന്നിങ്ങനെ ഊതി കത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കെടാതെ സൂക്ഷിക്കേണ്ടത് ദിവസം മുഴുവനെ ആണ്. അതാണ് അനുധ്യാനം. സമാധിദൗദയ, അതിൻ്റെ വേറൊരു ഭാവമാണ് ഈ സമാധി. മരിച്ചുപോയാൽ ഉള്ളൊരവസ്ഥയല്ല. ഒക്കെ സമാധി വലിയ വിഷയമായി ഒരിക്കലേ ഇല്ലേ? മരിച്ചു പോയാലുള്ളതൊന്നുമല്ല സമാധി. ജീവിച്ചിരിക്കുമ്പോഴും സമാധിയിലാവാൻ. രാമകൃഷ്ണപരമായിട്ട് സമാധിയിലിരിക്കണു. ഇരുന്നിരുന്ന് ഒരുപാട് സമയത്ത് അദ്ദേഹത്തിന് സമാധി കിട്ടുകയാണ്. അപ്പോൾ പിന്നെ വേറെ ആരോടും ഒന്നും മിണ്ടില്ല, ഒരു ചേഷ്ടകളും ഉണ്ടാവില്ല. അത് അനുഭവിച്ച് കണ്ണു അടച്ച് അങ്ങനെ ഇരിക്കുക. അനുധ്യാനം ഏതൊരാൾ ചെയ്യുന്നുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും സമാധി ഉണ്ടാവുമെന്നാണ്. ഈ പ്രപഞ്ചത്തെ അറിയാത്ത അവസ്ഥ അത്രയേ ഉള്ളൂ. സമാധി ഈശ്വരനിൽ തന്നെ നിൽക്കുക. അനുധ്യാന സമാധി ദൗദയ. ഏതൊരു ഭഗവാൻ ഹൃദയത്തിൽ ആവേശിക്കുമ്പോഴാണ് സമാധി സുഖം അനുഭവിക്കാൻ കഴിയുന്നത്. മറ്റൊരു സുഖത്തെയും അയാൾ വിലയുള്ളതായി കാണുന്നില്ല. ധിയാനുപശ്യന്തി തത്വമാത്മന. ധിയാ ബുദ്ധിയാൽ. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അതാണ് ധ്യാനം ബുദ്ധിയിൽ കാണേണ്ടത്. ധിയാ ബുദ്ധിയാൽ ആത്മന, ആത്മാവിൻ്റെ തത്വം പശ്യന്തി,
ആത്മാവിൻ്റെ തത്വത്തെ കാണുന്നു. ഏതൊരു ഭഗവാന്റെ നിരന്തരമുള്ള ധ്യാനം കൊണ്ട്, കണ്ടു, ഒരു പ്രാവശ്യം ധ്യാനിക്കില്ല, നിരന്തരമുള്ള ധ്യാനം കൊണ്ട് സമാധിഭാവത്തെ നേടുന്നുവോ. ധിയ അനുപശ്യന്തി, അവിടെ അനു എന്നുള്ള വാക്ക് വന്നു. അനുധ്യാനം അനുപശ്യന്തി, എപ്പോഴും കാണുക, ആവണം അങ്ങനെയെന്നാണ്. തത്വം, ആത്മതത്വത്തെ കാണാറായാൽ എന്തുണ്ടാവും? വദന്തി ചെയ്തത് കവയോ യഥാരുചം, രുചിയെ അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു? ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴാണ് പറയാൻ തുടങ്ങുക എന്ന് നമുക്ക് മനസ്സിലായി. കുറച്ചിങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്തുമ്പോഴേ എത്രേ പറയാൻ തുടങ്ങാൻ പറ്റും. തന്നെ പറയണമെന്ന് തോന്നും എന്നാണ്. അപ്പോൾ പറയാനുള്ള അവസരവും തന്നെ വന്ന് ചേരും. അതൊരു പ്രത്യേകതയാണ്. ഈ പാത്രത്തിൽ വെള്ളം നിറഞ്ഞാൽ അതിങ്ങനെ പുറത്തേക്ക് പോവും ഇല്ലേ, കുറേ കഴിഞ്ഞാൽ, അതിൻ്റെ അവധി കഴിഞ്ഞാൽ പുറത്തേക്ക് പോവില്ലേ. എന്നപോലെ ഈ ഉള്ളിൽ നമ്മൾ നിറച്ച് വെച്ചാൽ അതിങ്ങനെ വല്ലവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നും. അപ്പോൾ ധാരാളം നിറയ്ക്കണം, എന്നാലേ പറയാനുള്ള അവസരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ നിറയ്ക്കുന്നുണ്ടോ അത്രത്തോളം പുറത്തേക്ക് അത് പൊയ്ക്കോളും, പറയാനുള്ള അവസരം കിട്ടും. യഥാരുചം വദന്തി, ഉള്ളിലിങ്ങനെ നിറയുമ്പോൾ അത് കവിഞ്ഞ് പുറത്തേക്ക് ആരോടൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്തെ ഭാഷയിൽ തോന്നുന്നു. അങ്ങനെയുള്ള ജ്ഞാനപരിപൂർണനായിട്ടുള്ള മുകുന്ദൻ, സവേ മുകുന്ദ ന സവേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. സാ എന്നുള്ളിടത്ത് പലരും നാന്ന് വായിക്കിട്ടോ, നേരെ വിപരീതാവർത്ഥം. സാന്നും നാന്നും പ്രത്യേകിച്ച് ആദ്യം വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വേഗം ഇങ്ങോട്ട് വായിക്കുമ്പോഴേ നമേ മുകുന്ദോ ഭഗവാൻ പ്രസീദത എന്ന് വായിക്കണ ഒരുപാട് ആൾക്കാർ, നമ്മളൊക്കെ അങ്ങനെ തെറ്റി വായിച്ചവരാ. ഇപ്പം സ എന്നാണെങ്കിൽ അത് തന്നെ വായിക്കണം, ന എന്നാണെങ്കിൽ അത് തന്നെ വായിക്കണം. ഇനി അടുത്ത് പ്രചോദിത, സമയം കഴിഞ്ഞു അല്ലേ. സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ഇനി ഒരു ശ്ലോകം കൂടിയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ 2-3 ശ്ലോകങ്ങൾ കൂടി ഈശ്വരസാരസ്വതം തന്നെ ഉണ്ട്. 2 ശ്ലോകമുണ്ട്, അടുത്ത ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.